ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറിയവരോ വിവാഹം കഴിച്ച് മറ്റൊരിടത്തേക്ക് മാറിയവരോ ആണെങ്കിൽ നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആധാറിൻ്റെ സൈറ്റ് ഓപ്പണായി വരും. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈമാണ് ഡിസംബർ 14 എന്ന് കാണിക്കുന്നത്. അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ 50 രൂപ ഫീസ് ആവുന്നതാണ്. താഴെ ക്ലിക്ക് ടു സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ നമ്പരും അവിടെ കാണിക്കുന്ന ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ വിത്ത് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ താഴെ ക്ലിക്ക് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ അഡ്രസ്സ് അപ്ഡേറ്റ് എന്നത് കാണാം. അതിൽ ആണെങ്കിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പറയുന്നത് അഡ്രസ്സ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പറൊക്കെ മാറ്റണമെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ തന്നെ പോയി ചെയ്യേണ്ടി വരും. ഇനി താഴെ പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അത് തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് അഡ്രസ്സ് കാണിക്കും. തൊട്ട് താഴെ ഡീറ്റെയിൽസ് ടു ബി അപ്ഡേറ്റ് എന്നത് കാണാം. അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോഴത്തെ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, പോസ്റ്റ് ഓഫീസ് എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഇപ്പോൾ നമ്മൾ കൊടുത്ത അഡ്രസ്സിൻ്റെ ഒരു പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കണ്ടിന്യൂ ടു അപ്ലോഡ് കൊടുക്കുക. അതിനുശേഷം ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ അത് ഏത് പ്രൂഫാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അവിടെ കാണുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ ഡിക്ലറേഷൻ ക്ലോസ് ചെയ്ത് വിടുക. അപ്പോൾ 50 രൂപ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മുകളിൽ ക്ലിക്ക് ചെയ്താൽ റീഫണ്ട് പോളിസി കാണും. അത് വായിച്ച് നോക്കിയിട്ട് ക്ലോസ് ചെയ്യുക. താഴെ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ UPI, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക്, വാലറ്റ് വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഈ QR കോഡിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ പേ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെ കാണിക്കും. വീണ്ടും ഡാഷ്ബോർഡിൽ തിരിച്ചെത്തി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഈ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാം. അതിൻ്റെ റെസിപ്റ്റും നമുക്കിവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്രയുള്ള അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനി ഇടയ്ക്കൊക്കെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.